നമസ്കാരം. അറ്റ്മോസ്ഫിയറിക് യൂട്യൂബ് ചാനലിലത്തെ എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ സീരീസിലെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ കുറച്ച് ബേസിക് സ്റ്റിച്ചസാണ് കുറച്ച് ദിവസങ്ങളായി ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ബേസിക് സ്റ്റിച്ചസാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച്, സെക്കൻഡ് വൈപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, തേർഡ് പാരലൽ റണ്ണിങ് സ്റ്റിച്ച്. സോ നെക്സ്റ്റ് സെഷൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ വേണം. ഇപ്പോൾ നമ്മളൊരു റിങ് എടുക്കുക, ആ റിങ് ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു പീസ് ഓഫ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്താൽ അത്രയും നല്ലത്. ഇച്ചിരി വലിപ്പം കൂടുതലാണ്, ഇത്ര വേണമെന്നില്ല. നമ്മുടെ റിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ ത്രെഡ് എടുക്കുക. ഏത് കളർ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ എടുക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഇത് വൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളർ എടുത്താൽ പാറ്റേൺ കുറച്ചും കൂടി നന്നായി കാണാൻ പറ്റും. ഇപ്പോൾ ഡാർക്ക് കളറാണ് എടുക്കുന്ന ക്ലോത്തിങ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മാർക്ക് ചെയ്യാനായിട്ട് ഒരു സ്കെയിൽ വേണം. സ്കെയിലിൽ പാറ്റേൺസ് മാർക്ക് ചെയ്ത് ചെയ്യുകയാണ് എപ്പോഴും നമുക്ക് ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ സ്കെയിൽ, അതുപോലെ തന്നെ പെൻസിൽ ഓർ പെൻ എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ബേസിക്കായിട്ട് വേണ്ടത് നീഡിലാണ്. സോ ഇത്രയും കാര്യങ്ങൾ എടുത്ത് വയ്ക്കുക. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോത്ത് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ലൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോരും. ഫസ്റ്റ് ഈ റിങ് താഴെ വയ്ക്കുക. അതിന് മുകളിൽ ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ക്ലോത്ത് ഇച്ചിരി വലിപ്പം കൂടിപ്പോയി, ഇത്ര വലിപ്പം വേണമെന്നില്ല. കുറച്ച് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യണം ക്ലോത്തിനെ, ഇല്ലെങ്കിൽ പാറ്റേൺസ് നന്നായി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ നന്നായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിങ്ങനെ ഫിറ്റാക്കി കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ഫ്രെയിം ഇവിടെ റെഡിയായി. ഇപ്പോൾ ഫ്രെയിം എടുത്തു, നമ്മൾ ക്ലോത്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഫ്രെയിം റെഡിയായി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, നമുക്കിതിലൊന്ന് വരച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. പെന്ന് യൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ. പെൻസിൽ കാണണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ കൺവീനിയൻസിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായി കാണുന്നുണ്ട്. ഓക്കെ, ഇത്തിരി ചെരിഞ്ഞു പോയി. ഓക്കെ, ഇതിലൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്ത് നമ്മുടെ ത്രെഡ് എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അത്രയും ലെങ്ത്ത് എടുക്കുക. ഒരു ആവറേജ് ലെങ്ത്ത് മതിയായിരിക്കും, ചെറിയൊരു പാറ്റേൺ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ 6 സ്ട്രാൻഡ്സും എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒറ്റ ത്രെഡല്ല, 4 സ്ട്രാൻഡ്സ് ചേർന്നിട്ടാണ് ഒറ്റ ത്രെഡ് വരുന്നത്. നമ്മളിത് കംപ്ലീറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ഹോള് കൂടിയ നീഡിൽ വേണം യൂസ് ചെയ്യാൻ. ചെറിയ ഹോളിലൂടെ അത് കയറില്ല. അപ്പോൾ ഇച്ചിരി ഹോള് കൂടിയ നീഡിലെടുക്കണം. എന്നിട്ട് കോർത്ത് കൊടുക്കുക. ഇതുപോലെ കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു സൈഡിലൊരു കെട്ടിട്ട് കൊടുക്കുക. ഒരു കെട്ട് മതിയാവും. ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. സോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ബാക്ക് സൈഡിലോട്ട് താഴത്തേക്കൂടെ ലൈനിൻ്റെ മുകളിലേക്ക് നൂല് വലിച്ചെടുക്കുക.
എന്നിട്ട് എൻ്റെ ക്ലോത്ത് കുറച്ച് ലൂസാണ്, അതാണിങ്ങനെ സംഭവിച്ചത് കേട്ടോ. ഒരു ചെറിയൊരു ലെങ്ത് എടുക്കുക, ഉള്ളിലോട്ട് കുത്തുക, ഒരു ഗ്യാപ്പ് എടുക്കുക, ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, ക്ലോത്ത് നെക്സ്റ്റ് എന്ത് ചെയ്യണം, എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ഒരു വിട്ട ഗ്യാപ്പും നമ്മളെടുത്ത നൂലിൻ്റെ ഗ്യാപ്പും ഏകദേശം സെയിം ആയിരിക്കണേ. ഐ മീൻ ഈ ഒരു ത്രെഡിൻ്റെ ലെങ്ത്ത് അതേപോലെ എടുക്കുക. ഗ്യാപ്പ് നമുക്ക് വേരി ചെയ്യാം, ലെങ്ത്ത് നമുക്ക് വേരി ചെയ്യാം. പക്ഷെ അത് വേറെ വേറെ എന്തായിരിക്കണം, പാറ്റേൺസ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് മാത്രം വെച്ചുകൊണ്ട് ഡിസൈൻസും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്താൽ കുറച്ചും കൂടി അക്യൂറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ അവസാനിപ്പിക്കുന്ന ഇവിടെയാണ്. അവിടേക്ക് താഴത്തോട്ട് എന്ത് കൊടുക്കുക, ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് തിരിക്കുക, തിരിച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊരു വട്ടം കൂടി ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഫിറ്റായിരിക്കും. സോ നമ്മൾ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചസ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വൈപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ എഗെയിൻ ഒന്ന് വരച്ചു കൊടുക്കുക. ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെയും നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. വൈപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ ലെങ്ത്ത് നമുക്ക് കൂട്ടിയോ കുറച്ചോ ചെയ്യാം. ഈ ഒരു ലെങ്ത്ത് ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടി ചെയ്യണമെങ്കിൽ ചെയ്യാം, കുറച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഇത്തിരി കുറച്ച് ചെയ്യുവാണ്. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈപ്ഡ് ആക്കണ്ടേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുക സൈഡിൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് കയറ്റി കൊടുക്കുക ഇതുപോലെ. ഇത് പല ലെങ്ത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഡബിൾ കളർ യൂസ് ചെയ്താലാണ് പെട്ടെന്ന് ആ ഒരു ഷെയ്ഡ് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ യെല്ലോ സ്റ്റാൻഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ബാക്കോട്ട്
കുത്തി കൊടുക്കുക, എന്നിട്ട് ലോക്ക് ഇടുക കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പാരലലാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് എത്ര ലൈൻസ് വേണം? പാരലായിട്ടുള്ള 2 ലൈൻസ് വേണം. അപ്പോൾ ഇതുപോലെ 2 ലൈൻസ് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി നോക്കാം. ഇതുപോലെ 2 പാരലൽ ലൈൻസിന് വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 2 ലൈൻസിലും നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണം. എഗെയിൻ പാരലൽ സ്റ്റിച്ച് ചെയ്യാൻ ഞാനിപ്പോൾ 2 കോംബോ തന്നെ എടുക്കണം. ഇപ്പോൾ നമ്മൾ ഗ്രീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക? റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് സ്ട്രാൻഡ് ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് നമ്മൾ പിന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ലൈൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇത്ര വീതി വേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വീതി കൂടുതലാണ്. ഏറ്റവും വീതി കുറച്ച് ചെയ്യാൻ പറ്റിയ പാറ്റേൺ അത്ര ബ്യൂട്ടിഫുള്ളായി കിട്ടും കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ പാരലൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേറൊരു കളറ് സ്ട്രാൻഡ് ത്രെഡ് എടുക്കുക. അതിനുശേഷമാണ് ബാക്കി ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഞാനിപ്പോൾ ആദ്യം ചെയ്തപ്പോൾ വീതി കൂടുതലായിരുന്നു, പിന്നെ വീതി കുറച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ വേറൊരു കളർ, ഇപ്പോൾ യെല്ലോ കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളറ് ത്രെഡ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഏതെങ്കിലും മുകളിൽ നിന്നോ താഴെ നിന്നോ ഒരു ലൈൻ ചൂസ് ചെയ്യുക. ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ത്രെഡ് കയറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക് സൈഡിലൂടെയും കയറ്റി കൊടുക്കാം. പക്ഷെ ഞാൻ ഓൾറെഡി ചെയ്ത ഗ്രീൻ ത്രെഡ് ചെയ്തതിന് വീതി കുറവായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ത്രെഡിനെ കയറ്റി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോർമലി എങ്ങനെയാണോ സൂചി കയറ്റി കൊടുക്കുക അതുപോലെ തന്നെ ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും ഈ പാറ്റേൺ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വീതി കൂടിയ പാറ്റേണിലാണ് നിങ്ങൾ പാരലൽ സ്റ്റിച്ചിൽ നമ്മുടെ നോർമലായിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റേപോലെ ബാക്ക് സൈഡിലൂടെ കയറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പാരലൽ റണ്ണിങ് സ്റ്റിച്ചും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലത്തെ 3 ബേസിക് സ്റ്റിച്ചസ് നമ്മളിവിടെ ഇന്ന് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 3 ബേസിക് സ്റ്റിച്ചസാണ്. റണ്ണിങ് സ്റ്റിച്ച്, വൈപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, പിന്നെ പാരലൽ റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഈ 3 സ്റ്റിച്ചസും പ്രാക്ടീസ് ചെയ്യുക. ബേസിക് സ്റ്റിച്ചസാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലത്തെ ബേസിക്കായ സ്റ്റിച്ചസായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ ബേസിക്കായി ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് പല ആപ്ലിക്കേഷൻസിലും നമ്മളിത് യൂസ് ചെയ്യുക, അതൊക്കെ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണും. അതുവരെ ബൈ ബൈ.